കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ല മഞ്ഞും തണുപ്പും ഉണ്ടായിരുന്ന ദിവസമാണ് കേട്ടോ. ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ പാടെ മുറ്റം അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വന്നു കേട്ടോ. പുറത്തോട്ട് വന്നപ്പോൾ നല്ല കാഴ്ചയാണ് കേട്ടോ. നല്ല മഞ്ഞ്, തണുത്ത കാറ്റ് വീശുന്നുമുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. എന്നാലും ഞാൻ മുറ്റമൊക്കെ നാലുപാടും അടിച്ച് വൃത്തിയാക്കിയേ. ഇന്ന് അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകേണ്ട ദിവസമാണ്. അതുകൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റു. അമ്മയ്ക്ക് ചെറിയൊരു ഹെൽപ്പ് ആവുമല്ലോ. പിന്നെ നേരെ വന്നു കേട്ടോ പല്ല് തേക്കാൻ. പല്ല് തേച്ച് മുഖമൊക്കെ കഴുകി നേരെ അടുക്കളയിലേക്ക് പോയി. പിന്നെ 2 പേർക്കും ഭക്ഷണം കൊണ്ടുപോകാനുള്ള പാത്രമൊക്കെ ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി കഴുകി കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരം കഴുകി വെക്കാറുണ്ട്, എന്നാലും ഒന്നും കൂടെ കഴുകി വെച്ചു. അപ്പോൾ അച്ഛന് കാപ്പി കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തരിക്കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. ഈ അപ്പത്തിന് നമ്മുടെ ഇവിടെ അങ്ങനെയാണേ പറയാറ്. അപ്പോൾ അത് 2 മടക്കി വെച്ചേ. നിറച്ച് തേങ്ങയൊക്കെ ചിരകിയിട്ട് അപ്പം ആയതുകൊണ്ട് അതിന് കൂടെ കറിയൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഞാൻ അവർക്ക് 2 പേർക്കുമുള്ള കട്ടൻ ചായ അടുപ്പത്തേക്ക് വെച്ചു, പൊടിയിട്ട് കൊടുത്തേ. അമ്മ രാവിലെ തന്നെ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നേ വിറകടുപ്പിൽ. അപ്പോൾ അത് വാർത്ത് കുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പോയി എടുത്തു കേട്ടോ, ചോറാക്കാൻ വേണ്ടിയിട്ട്. ഈ പാത്രം അച്ഛൻ്റെയാണ് കേട്ടോ. അപ്പോൾ അച്ഛനുള്ള ചോറാക്കിക്കൊണ്ടിരിക്കുവാണേ. കാപ്പിയും കൂടെ കൊണ്ടുവന്ന കാരണം അധികം ചോറ് കഴിക്കാറില്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് കുറച്ച് ചോറാക്കിയാൽ മതി, വെറുതെ കളയാൻ വേണ്ടിയിട്ട് കുറേ ചോറാക്കരുതെന്ന്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള നല്ല ചൂട് ചോറ് വിളമ്പിക്കട്ടോ. പിന്നെ കൊഴുവ വറുത്തതുണ്ടായിരുന്നേ, രാവിലെ എഴുന്നേറ്റ് വറുത്തതാണേ. അപ്പോൾ അതും കുറച്ചാക്കി. പിന്നെ ചിരങ്ങ കൊണ്ട് താളിപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ അമ്മയെ. അതും കൂടെ ഞാൻ ചെറിയൊരു കിണ്ണത്തിലാക്കി കൊടുത്തു. അച്ഛൻ ഒഴിച്ചു കയറി നിർബന്ധമാണേ. നല്ല ചൂടും ഉണ്ടായിരുന്നേ. പിന്നെ അച്ഛനുള്ള കട്ടൻ ചായ പകർത്തി കൊടുത്തു ഞാൻ. അമ്മ ഫ്രഷ് ആവാനും ബാത്റൂമിലേക്കൊക്കെ ആയിട്ട് പോയേക്കുവാണ് കേട്ടോ. അപ്പോൾ അച്ഛനുള്ള കട്ടൻ ചായ ഞാൻ അങ്ങോട്ട് എടുത്തു കൊടുത്തേ, അപ്പവും കൊടുത്തു. അതിനുശേഷം അത് അമ്മയ്ക്കുള്ള ചോറാക്കിക്കൊണ്ടിരിക്കുവാണേ. അമ്മ കൊണ്ടുവന്ന ഒരു കുഞ്ഞി പാത്രമാണേ. ആണെങ്കിൽ കാപ്പിയും കൊണ്ടുപോകാറില്ല, എന്നാലും ഇതിനുള്ള ചോറേ കഴിക്കുകയുള്ളേ. അപ്പോൾ കുറച്ച് ചോറാക്കിയിട്ട് ഞാൻ അതിൽ ചിരങ്ങയുടെ കറി ഒഴിച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ചോറിട്ടേ. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ചുകറി പാത്രത്തിലൊന്നും അമ്മ കൊണ്ടുപോകാറില്ല. പിന്നെ കൊഴുവയുടെ കുറച്ച് മീനും ഇട്ടു. പിന്നെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഉണക്കമീനാണ്, അതും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ 2 കഷ്ണം ആക്കി കൊടുത്തു. പിന്നെ വഴുതനങ്ങ ഇരിപ്പുണ്ടായിരുന്നേ, അതുകൊണ്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. അതും രാവിലെ അമ്മ എഴുന്നേറ്റിട്ട് തോരൻ വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ലഞ്ച് ബോക്സ് റെഡി. അച്ഛൻ്റെ ലഞ്ച് ബോക്സിലും കൂടെ ഞാൻ ആ വഴുതനങ്ങ തോരൻ ഇട്ടു കേട്ടോ. പോവാൻ ധൃതിയായപ്പോൾ ഞാൻ അമ്മയ്ക്ക് ചായ ഒന്ന് ആറ്റി കൊടുക്കുകയാണ് കേട്ടോ. ചൂടാറുവാണെങ്കിൽ വേഗം കുടിക്കാമല്ലോ. കൂടെ അപ്പവും കഴിച്ചു.